ഹായ്, ഇന്ന് നമ്മൾ ബിസിനസ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് പേജ് ഇൻഡസ്ട്രീസിനെയാണ്. പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ജോക്കി അതേപോലെ സ്പീഡോ ഈ രണ്ട് ബ്രാൻഡിന്റെ എക്സ്ക്ലൂസീവ് ലൈസൻസിയാണ്. ഇന്ത്യ, UAE അതേപോലെ അങ്ങനെ കുറച്ച് കൺട്രികളിൽ ജോക്കിയുടെയൊക്കെ എക്സ്ക്ലൂസീവ് ലൈസൻസി ഇവരാണ്. അതായത് ഇവർക്ക് മാത്രമേ അത് മാനുഫാക്ചർ ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ കൺട്രികളിലൊക്കെ. ജോക്കിയുടെ പ്രൊഡക്റ്റുകൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്നർ വെയേഴ്സ് ഉണ്ട് വരുന്നത്, മെൻസ് ഉണ്ട്, വുമൺ ഉണ്ട്, കിഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർ ചെറിയ രീതിയിൽ ബാക്കിയുള്ള അപ്പാരൽസിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്, നൈറ്റ് വെയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ. സ്പീഡോയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അത്ലീഷർ വെയേഴ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിൽ തന്നെ സ്വിമ്മിംഗ് വെയേഴ്സ് ആണ് ഇവർ കൂടുതലായിട്ട് വരുന്നത്. സ്വിം സ്യൂട്ട് അതേപോലെ ക്യാപ്പ് അല്ലെ ഗോഗിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ സ്ലിപ്പേഴ്സും ഉണ്ട്. ഈ പ്രൊഡക്റ്റുകളാണ് ഈ രണ്ട് ബിസിനസ്സിൽ നിന്ന് വരുന്ന ഈ പ്രൊഡക്റ്റുകളൊക്കെയാണ്. ഈ പേജ് ഇൻഡസ്ട്രീസ് ഏകദേശം 1995 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അന്ന് തൊട്ട് ഇവർക്ക് ജോക്കിയായിട്ട് ടൈപ്പ് ഉണ്ട്. അതിനുശേഷം 2011 ഈ പറയുന്ന സ്പീഡോ ബ്രാൻഡുമായിട്ട് ഇവർക്ക് ടൈപ്പിലെത്തുന്നത്. കമ്പനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1561 റീറ്റെയിൽ ബ്രാൻഡുകളുണ്ട്, ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളുണ്ട്. 1561, അതിൽ തന്നെ 1527 ഇവർക്ക് വരുന്ന ജോക്കിയുടെ ഔട്ട്ലെറ്റുകളാണ്. 34 ഇവർക്ക് ഈ സ്പീഡോയിൽ വരുന്നത്. അതേപോലെ 1,11,000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ കമ്പനിക്ക് മൊത്തം ഉണ്ട്. അതായത് മൊത്തം റീറ്റെയിലേഴ്സ് നോക്കിയാൽ അതിൽ തന്നെ 1,10,000 മുകളിൽ വരുന്നത് ജോക്കിയുടെയാണ്. 800 മുകളിൽ മാത്രമേ ഉള്ളൂ സ്പീഡോ ബ്രാൻഡിന്റെ വരുന്നത്. മേജർ ആയിട്ടുള്ള ഏകദേശം 15 ബിസിനസ്സുകളായിട്ട് ടൈപ്പ് ഉണ്ട്. അതായത് നമ്മുടെ റിലയൻസോ അല്ലെങ്കിൽ ലുലു ഒക്കെ പോലത്തെ മേജർ ആയിട്ടുള്ള ബിസിനസ്സുകളായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അത് 15 അങ്ങനെയുള്ള. അതിൽ തന്നെ ഏകദേശം 1300 ഇവർക്ക് ഔട്ട്ലെറ്റുകളുണ്ട്. ആ ഔട്ട്ലെറ്റുകളിൽ തന്നെ ഇവരുടെ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഏകദേശം 1900 മുകളിലുണ്ട്. അതായത് നമ്മൾ ലുലുവിൽ കയറിയാൽ തന്നെ ജോക്കിയുടെ മെൻസ് വെയറുകൾ വരുന്നിടത്ത് ഭാഗത്തൊന്നും ഉണ്ടാവും, അല്ലെങ്കിൽ വുമൻസ് വെയർ വരുന്നിടത്ത് വേറെ ഉണ്ടാവും. ആ രീതിയിൽ പറഞ്ഞാണ് ഈ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് സെയിലുകൾ ഇവർക്ക് ഏകദേശം 1900 മുകളിലുണ്ട് ഈ 15 ഈ ബിസിനസ്സുകളായിട്ട് ടൈപ്പിലെത്തിയിട്ട്. ഇത്രയും നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവരുടെ മേജർ ബിസിനസ് വരുന്നത് ജോക്കി എന്നാണ്. അതായത് 90% മുകളിലുള്ള ബിസിനസ് വരുന്നത് ജോക്കി എന്നാണ്. വളരെ ചെറിയ എമൗണ്ട് ഓഫ് ബിസിനസ് മാത്രമാണ് സ്പീഡോയിൽ നിന്ന് വരുന്നത്. കമ്പനിക്ക് ടോട്ടൽ 16 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണുള്ളത്. അതിൽ 14 വരുന്ന കർണാടകയിലാണ്, ഒരെണ്ണം തമിഴ്നാട്ടിൽ, ഒരെണ്ണം ഇപ്പോൾ ഒഡീഷയിൽ അവർ കാപ്പക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ ഒരെണ്ണം കർണാടകയിലും ചെയ്യുന്നുണ്ട്. സോ ഈ 2 എക്സ്പാൻഷൻ വർക്കാണുള്ളത്. കമ്പനി ടോട്ടൽ 140 കോടിയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ കാപ്പക്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ഏകദേശം 57 കോടിയോളം അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു H1. അതിന്റെ മജോറിറ്റി പോയിരിക്കുന്ന ഒഡീഷയിലെ പ്ലാന്റിലേക്കാണ്. അവിടുത്തെ ഏകദേശം വർക്കുകൾ കയ്യാറായെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ കുറച്ച് എമൗണ്ട് കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുള്ളൂ, മിഷണറീസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. ആ രീതിയിലാണ് അവിടുത്തെ നടക്കുന്നത്. അതുപോലെ തന്നെ കർണാടകയിൽ ബ്രൗൺഫീൽഡ് കാപ്പക്സും നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 70% ഇവർക്ക് ഇൻ ഹൗസ് മാനുഫാക്ചറിംഗ് ആണ് നടക്കുന്നത്. അതായത് ഇവർ തന്നെ മാനുഫാക്ചറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ലൊരു ഫിഗർ എന്ന് പറയുന്നത് ROC ആണ്. 79% ഉണ്ട് കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ടോട്ടൽ കമ്പനിയുടെ എംപ്ലോയീസിനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 22,000 മുകളിൽ കമ്പനിക്ക് എംപ്ലോയീസ് ഉണ്ട് ഈ ക്വാർട്ടർലി Q2 കഴിയുന്ന സമയത്ത്. ഇവരിപ്പോൾ ബോണ്ട് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടെക്നോളജി അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം അല്ലാത്ത രീതിയിൽ ഇവർ ഈ രണ്ട് പ്രൊഡക്റ്റുകളെ തമ്മിൽ, ഈ രണ്ട് മെറ്റീരിയൽസിനെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രീതിയാണ്. സോ അതിന് ആ പ്രൊഡക്റ്റുകൾക്ക് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ അവർ ഓൾറെഡി സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളെ കഴിഞ്ഞും പ്രൈസ് കൂടുതലാണ് ഈ പ്രൊഡക്റ്റിന്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർജിൻസും കുറച്ചുകൂടെ കൂടുതലാണ്. അതായത് കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലോട്ടാണ്? അതായത് പ്രൈസും കൂടുന്നുണ്ട്, അതേപോലെ തന്നെ മാർജിൻസും ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ആ രീതിയിലേക്ക് പ്രൊഡക്റ്റ് മിക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ബോണ്ടഡ് പ്രൊഡക്റ്റുകൾ ഓൾറെഡി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ അതിന് റിസപ്ഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ഇവരെല്ലാ ഔട്ട്ലെറ്റിലും ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല, കുറച്ച് സെലക്ട് ആയിട്ടുള്ള ഔട്ട്ലെറ്റിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവിടെ നല്ല റിസപ്ഷൻ കിട്ടുകൊണ്ട് തന്നെ വൈ അത് എക്സ്പാൻഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ക്വാർട്ടറിലൊക്കെ ആയിട്ട് ഒരുമാതിരിപ്പെട്ട ഇവരുടെ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോറുകളിലേക്ക് അതിന്റെ പ്രൊഡക്റ്റ് എത്തി. അതുകൊണ്ട് തന്നെ അതിലും സംഭവിക്കുന്നത് വെച്ചാൽ റവന്യൂവിന്റെ ഗ്രോത്ത് കുറച്ചുകൂടെ കൂടുതൽ, അതായത് പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുതലാണ്. അതുപോലെ തന്നെ മാർജിൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലീവറേജ് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കമ്പനിയെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇവരുടെ Q2 റിസൾട്ടിനെ പറ്റി നോക്കാം. റിസൾട്ട് നോക്കിയാൽ ഇവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 3.6% ആണ് ഈ ക്വാർട്ടറിൽ. അത്ര വലിയൊരു ഫിഗർ അല്ല. അതേപോലെ പാറ്റ് ഗ്രോത്ത് നോക്കിയാൽ പാറ്റിൽ ഗ്രോത്ത് ഇല്ല, 0% ആണ്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് കഴിഞ്ഞ Q2 ഈ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ ഗ്രോത്ത് വന്നിട്ടില്ല. H1 നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് 3.3%, അതേപോലെ പാറ്റ് ഗ്രോത്ത് 9.7% ആണ്. ഇപ്പോൾ H1 നോക്കിയാൽ ചെറിയൊരു ഗ്രോത്ത് കാണാനായിട്ട് പറ്റും പാറ്റിലും. അതേപോലെ തന്നെ ഈ റവന്യൂയുടെ ഗ്രോത്ത് ഏകദേശം ഒരേപോലെ തന്നെ 3% നിൽക്കുന്നത്. അതേപോലെ ഇവരുടെ മാർജിൻസ്, എബിറ്റ മാർജിൻസ് എന്ന് പറഞ്ഞാൽ 22% ആണ്. പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 15% മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇനി മാനേജ്മെന്റ് ഗൈഡൻസ് എന്താണെന്ന് നോക്കിയാൽ അവരുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് നിയർ ഡബിൾ ഡിജിറ്റ് ആണ് അവർ പറയുന്നത്. അതായത് 9-10% ആണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോഴും ആ ഗൈഡൻസ് ആണ് അവർ പറയുന്നത്. അത് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ, അതായത് Q4 ആ രീതിയിൽ എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ എബിറ്റ മാർജിൻസ് അവർ ഗൈഡ് ചെയ്യുന്നത് 19-21% ആണ്. കമ്പനിയുടെ ഇപ്പോഴത്തെ എബിറ്റ മാർജിൻ എന്ന് പറഞ്ഞാൽ 22% ആണ്. അതായത് ഗൈഡൻസിന് മുകളിലാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് നോക്കിയാൽ ആ രീതിയിലുള്ള ഗ്രോത്ത് അവിടെ വരുന്നില്ല. പക്ഷേ മാനേജ്മെന്റ് ഇപ്പോഴും ആ ഗൈഡൻസ് തരുന്നുണ്ട്. അടുത്ത ക്വാർട്ടറിൽ ഈ ഒരു Q3 ആ രീതിയിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു Q4 എൻഡിലേക്കെങ്കിലും ആ രീതിയിലേക്ക് എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ മാർജിൻസ് നോക്കിയാലും ചെറിയ രീതിയിൽ മാർജിൻസ് അഫക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ ആയിട്ട് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഇവരുടെ എംപ്ലോയി എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അതിന്റെ റീസൺ വെച്ചാൽ അവരുടെ സാലറിയിൽ ഇൻക്രിമെന്റൽസ് വന്നുകൊണ്ട് അങ്ങനെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പുതിയ എംപ്ലോയീസിനെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്നാലും മേജർ ആയിട്ടുള്ള കൂടുതൽ എംപ്ലോയി കോസ്റ്റ് കൂടിയിരിക്കുന്നത് ഇവരുടെ സാലറി ഇൻക്രിമെന്റ് വന്നുകൊണ്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂട്ടിയിട്ടുണ്ട്. അതായത് അതർ എക്സ്പെൻസിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്.
സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ പാർട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആ രീതിയിൽ വരാത്തതിന് റീസൺ ആയിട്ട് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവരുടെ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇവർ 4 തൊട്ട് 4.5% ഇവർ ഇപ്പോൾ ഗൈഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച ബിസിനസ് പോലെയല്ല ഈ കമ്പനിയുടെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ 3%, 3.5, 3.3% ഒക്കെയാണ് കമ്പനിയുടെ ഗ്രോത്ത് കാണിക്കുന്നത്. മാനേജ്മെന്റ് ഗൈഡൻസ് ആണെങ്കിൽ 10% ആണ്. നമുക്ക് ഈ കമ്പനിയിൽ ഇനി നമ്മൾ ഈ കമ്പനിയെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കമ്പനിയിൽ ഹൈ ഇൻവെന്ററീസ് കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഇവർക്ക് 8% റവന്യൂ ഗ്രോത്ത്. അതിന് മുമ്പിൽ നോക്കിയാൽ 3% ഡീ ഗ്രോത്ത് ആയിരുന്നു റവന്യൂയിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഇവരുടെ ഇൻവെന്ററീസ് വളരെ കൂടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ 1200, 1300 കോടിയാണ് ഇവരുടെ ഒരു ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്, സെയിൽസ് നമ്പർ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അവരുടെ ഇൻവെന്ററി നോക്കിയാൽ ഏകദേശം 1500, 1600 കോടി വരെ ഇൻവെന്ററീസ് കൂടിപ്പോയിരുന്നു. അവിടുന്ന് പയ്യെ അവർ ഇൻവെന്ററീസ് കുറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ നോക്കിയാൽ ഇവരുടെ ഇൻവെന്ററീസ് എന്ന് പറയുന്നത് ഏകദേശം 850 കോടിയോളായിരുന്നു ഇൻവെന്ററി ഉണ്ടായിരുന്നത്. അത് ഈ ക്വാർട്ടറിലേക്ക് അയക്കുമ്പോൾ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞ കുറേ ക്വാർട്ടറുകളായിട്ട് കുറച്ചുകൊണ്ട് വന്ന ഇൻവെന്ററി ഏകദേശം 850 കോടിയിൽ ഇപ്പോൾ 950 കോടിയിലേക്ക് ചെറിയ രീതിയിൽ ഇൻവെന്ററി കൂടിയിട്ടുണ്ട്. ഇൻവെന്ററീസ് അങ്ങനെ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ കൂടുമ്പോഴത്തേന് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൂടും, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അങ്ങനെ കൂടുമ്പോഴത്തേന് ഇവരുടെ ക്യാഷ് ഫ്ലോനെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാതെ വരും. അവർ ഡെപ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. ആ ഡെപ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഇൻട്രസ്റ്റ് ഇവരുടെ മാർജിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ പ്രോഫിറ്റ് ഗ്രോത്ത് വരാതിരിക്കുകയും ചെയ്യും. സോ അതാണ് നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ചെറിയ രീതിയിൽ ഇവരുടെ ഇൻവെന്ററീസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അപ്പോൾ അത് കുറയുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വോളിയത്തിൽ ഫ്ലക്ച്വേഷൻസ് നല്ല രീതിയിൽ ഓരോ ക്വാർട്ടറുകളിലും വരാറുണ്ടായിരുന്നു. അതിന്റെ റീസൺ ആയിട്ട് മാനേജ്മെന്റ് പറയുന്നത് ഈ ഹൈ ഇൻവെന്ററി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇൻവെന്ററി മാനേജ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർക്ക് പല ക്വാർട്ടറുകളിലും ഈ വോളിയത്തിൽ ചില ക്വാർട്ടറിൽ കൂടുതൽ വോളിയം ഉണ്ടാവും, ചില ക്വാർട്ടറിൽ കുറഞ്ഞ വോളിയം ആയിരിക്കും വരുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ പയ്യെ സ്റ്റേബിൾ ആവുമെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ പുതിയ പ്രോഡക്റ്റിന്റെ എങ്ങനെയാണ് മാർക്കറ്റിൽ റിസപ്ഷൻ കിട്ടുന്നതെന്നും അതിന്റെ മാർജിൻസ് എങ്ങനെയാണ് ഇവരെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ മാനേജ്മെന്റിന്റെ ഗൈഡൻസിന്റെ കാര്യം ഏകദേശം ഒരു 10% ഇവർക്ക് ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം, അതായത് ഈ വോളിയം ഗ്രോത്തും അല്ലെങ്കിൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള റവന്യൂ ഗ്രോത്ത് പയ്യെ കൂടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഇവർക്ക് മാർജിൻസ് ഇംപ്രൂവ് ആവുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇനി കമ്പനിയെ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ കമ്പനിയുടെ പി എന്ന് പറഞ്ഞ ഏകദേശം 53 കമ്പനി ഈ രീതിയിൽ, അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ പെർഫോം ചെയ്താൽ നമ്മൾ ഈ ഒരു H2 ഒരു 8% ഗ്രോത്ത് എടുത്താൽ പോലും കമ്പനിയുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം 5210 കോടിയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അതിന്റെ തന്നെ നമ്മൾ ഈ ഒരു 15% പാറ്റ് മാർജിൻ എടുത്തത്. ഇപ്പൊ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന 15 മുകളിലാണ്. എബിറ്റ മാർജിൻ ഈ പറഞ്ഞല്ലോ 22% വരുന്നത്. ആ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 780 കോടിയാണ് വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ നോക്കിയാൽ തന്നെ ഇപ്പോൾ 53 മുകളിൽ പി ഉള്ള കമ്പനിയുടെ പി റേഷ്യോ, ഫോർവേഡ് പി എന്ന് പറഞ്ഞാൽ 52 വരുന്നത്. പി റേഷ്യോയിൽ അത്ര വലിയ കുറവ് വരുന്നില്ലായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, കമ്പനിയിൽ ആ രീതിയിലുള്ള ഗ്രോത്ത് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് റവന്യൂവിൽ ഗ്രോത്ത് വരുന്നില്ല, അതേപോലെ തന്നെ ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പാറ്റിലും ആ രീതിയിലുള്ള ഗ്രോത്ത് വരുന്നില്ല. അപ്പൊ നമുക്കിനിയിപ്പം ഈ ഒരു കമ്പനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ബെറ്റ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ 3%, 4% നിന്ന് ഇവരുടെ ഗ്രോത്ത് 10%ലേക്ക് എത്തുക. അതിനുശേഷം അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവരൊരു 50% ഇവർക്ക് ഇതിന്റെ ഗ്രോത്ത് എത്തിക്കാൻ പറ്റുകയും അതേപോലെ തന്നെ ഇവരുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനി കിട്ടണം. അതായത് ഇവരുടെ മാർജിൻസ് ഇംപ്രൂവ് ആവുകയും ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒരു 20-25% മുകളിൽ പാർട്ട് ഗ്രോത്ത് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ഒരു ചെറിയ രീതിയിലുള്ള പി റീ റേറ്റിംഗിനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ കൃത്യമായിട്ട് കമ്പനിയെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു ഗ്രോത്തും ഈ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ടെന്നുള്ളതായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ 3% ഉള്ള കമ്പനിയെ നമ്മൾ എന്തുകൊണ്ട് ട്രാക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ 15% മുകളിലേക്ക് ഗ്രോത്ത് എത്തുകയും അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരും. ആ സമയത്ത് നമുക്കിത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എല്ലാ ക്വാർട്ടറിലും ഇതേപോലെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ കമ്പനിയിൽ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ അറിയുള്ളൂ. ഇതല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് കയറി കഴിയുമ്പോഴായിരിക്കും നമ്മളിത് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കമ്പനികളെ ട്രാക്ക് ചെയ്താലും നമുക്ക് ആ കമ്പനിയിലുള്ള മൂവ്മെന്റുകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.